കൊന്ന ഹരീഷ് റാണയുടെ സാധനങ്ങളെല്ലാം എടുത്താ കൊച്ചനെ കളഞ്ഞത്. ഹരീഷ് റാണ എന്ന് പറയുന്ന ആ പയ്യനെ വെള്ളവും ആഹാരം ആൾക്കാർക്ക് എന്തെല്ലാം എഴുതുന്നത്, വെള്ളവും ആഹാരം കൊടുക്കാതെ കൊന്നേച്ച്, അതാ മരുന്ന് കൊടുത്ത് കൊല്ലാഞ്ഞ അവന്റെ ഓർഗൻസ് ഒക്കെ എടുക്കണ്ടായോ? അതിനാ അവനെ മരുന്ന് കൊടുത്ത് കൊല്ലാഞ്ഞത്. അപ്പൊ അതിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ മരുന്ന് കൊടുത്ത് അതിനെ കൊന്നാലേ? അതിനാ അവന്മാര് പട്ടിണിക്കിട്ട് അതിനെ കൊന്നു. ആൾക്കാരെന്തല്ല പറയുന്നത്, പട്ടിണി വെള്ളവും ആഹാരവും കൊടുക്കാതെ അതിനെ വരച്ചു കൊന്നെന്ന്. ഇതിനാ അങ്ങനെ വരച്ചു കൊന്ന് അതിന്റെ ആന്തരികാവയവം എല്ലാം എടുത്ത് വിറ്റ് നല്ല കാശാക്കി. ഇതുപോലെ കുറെ ഓർഗൻ മാഫിയ ആൾക്കാർ എഴുതുന്നുണ്ട്, ഈ ഓർഗൻ മാഫിയ ഇനിയിപ്പം തുടങ്ങുമെന്ന്. മാഫിയ ഇങ്ങനെ നടക്കുക, മാഫിയകൾ വലിയ ഗൂണ്ടായുസമായിട്ട് നടക്കുക, ഗൂണ്ടാരാജ്യമായിട്ട്. എത്ര ദിവസം വെള്ളവും ആഹാരവും കൊടുക്കാതെ, അയ്യോ തുള്ളി വെള്ളം കൊടുക്കാതെ അതിനെ കൊന്നത് ഭഗവാനെ. തുള്ളി വെള്ളം കൊടുക്കാതെ കൊന്നു. ഈശ്വരന്മാരെ ഇങ്ങന്മാരെയൊക്കെ ഒടുക്കത്തെ വായിക്കണേ ഭഗവാനെ, ഈ ചെയ്യുന്നവർ, ഈ ക്രൂരത ചെയ്യുന്നവരെന്ന്. തുള്ളി വെള്ളം കിട്ടാതെ ചത്തെന്ന് പറഞ്ഞാൽ എന്തോ ഇതാ ഈശ്വര. ആൾക്കാർ അത് തന്നെ എഴുതി ചോദിക്കുക കമന്റിനകത്ത്, തുള്ളി വെള്ളം കൊടുക്കാതെ അതിനെ കൊന്നോന്ന്. ഇത്രയും രാക്ഷസ ജന്മങ്ങളുണ്ടോടാ? ഇങ്ങനെ നടക്കുമല്ലേ കുറെ ഫോണും കൊണ്ട് ഇങ്ങനെ രാക്ഷസ ജന്മങ്ങൾ. എന്നിട്ട് അവിടെ പൂജയ്ക്കും ഇവനൊക്കെ പൂജ ചെയ്താൽ എന്തോ പ്രയോജനം? ഇവനൊക്കെ പൂജ ചെയ്താൽ എന്തോ പ്രയോജനം വഹിച്ചില്ല? ഇവനൊക്കെ പൂജ ചെയ്യുന്നതും ഇല്ലാതായിപ്പോ. പൂജയ്ക്കാണെന്നും പറഞ്ഞ വരിക, എന്തോ പൂജയാണ് ഇവൻ ചെയ്യുന്നത്. അന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാവർക്കും ജോലി കിട്ടി, ഗവൺമെന്റ് ജോലി. ഈ സാറും എന്താ പ്രൈവറ്റ് സെക്രട്ടറി ആയി കേട്ടോമേ. അപ്പൊ അവർക്കൊന്നും ഒന്നും അറിയാത്തതാണോ? സാറ് കണക്കായിരുന്നു. സാറ് പ്രൈവറ്റ് സെക്രട്ടറി, എന്തുവാ പ്രൈവറ്റ് സെക്രട്ടറി അല്ല, എന്തുവായിരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി ആയി. പഞ്ചായത്ത് സെക്രട്ടറി. സാറിനൊന്നും വിവരമില്ലയോ? സാറിനോട് പറഞ്ഞപ്പോഴേ സാറ് പറഞ്ഞു, ഇപ്പൊ ടെക്നോളജി വെച്ചല്ലയോ ദീപേ കേട്ടോണ്ട് നിൽക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ അപ്പോഴേ ഞാൻ ഓർത്ത്, സാറേ ടെക്നോളജി വെച്ചാണ്, എനിക്ക് അങ്ങനെ ടെക്നോളജി വെച്ചുള്ള ഭീഷണിയും വന്നിട്ടുണ്ട്. എന്നെ ടെക്നോളജിയും അത് എഞ്ചിനീയറിംഗും ഒക്കെ രക്ഷിക്കാൻ പറ്റത്തുള്ള ഭീഷണി ഒരെണ്ണോ എന്റെ ഇരിപ്പുണ്ടെന്ന്. ഇവരുടെയൊക്കെ വിചാരം ഇത് ചെയ്യുമ്പോ ഇതൊന്നും ആർക്കും അറിയത്തില്ലെന്ന് കേട്ടോമ്മേ. എല്ലാവരും പൊട്ടരാന്നാ വിചാരം. അന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച എല്ലാ സാറന്മാരുമേ ഗവൺമെന്റ് ജോലിക്കാരായി. അമ്മയ്ക്കറിയത്തില്ലയോ? ഈ സാറിനെയും കണ്ടു സാറ് പഞ്ചായത്ത് സെക്രട്ടറി ആയി. സാറ് കണക്ക് പഠിപ്പിക്കുന്നവർക്ക് ഫിസിക്സും അതും എല്ലാം അറിയാമല്ലോ. അതും അന്നത്തെ BSc MSc എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു നല്ല ഇതായിരുന്നു. അന്നത്തെ BSc MSc എന്നൊക്കെ പറഞ്ഞാൽ BSc MSc ഇന്നത്തെ പോലെ ഓൺലൈൻ അല്ല.
പുഷ്പമാമന്റെ അവിടെ എന്തുവാ കുഴൽക്കിണറാ, അവര് പറഞ്ഞ അതിനൊന്നും ഒരു വാടയില്ല. ഇതുപോലെ കുഴൽക്കിണറാ, അവര് പറഞ്ഞ അവരുടെ വെള്ളത്തിനൊന്നും ഒരു വാടയില്ലെന്ന്. ആ, ഇടയ്ക്കിടയ്ക്കുണ്ട്. അവരുടെയൊക്കെ വെള്ളം നല്ല ഒന്നാന്തരം വെള്ളമാണ് കുഴൽക്കിണർ. ഇതുപോലെ എന്തുവാ ചുമന്ന നിറമൊന്നുമില്ല. ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് ഈ പൈപ്പിൽ നിന്ന് പോകാൻ ചുമന്ന നിറം ഇതെന്തുവാ.